നരിവേട്ട, ഡിറ്റക്റ്റീവ് വിജിലൻ എന്നീ 2 സിനിമകളും ഇന്നലെയാണ് തിയേറ്ററുകളിലെത്തിയത്. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് 2 സിനിമകൾക്കും ഡീസൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമ 54 ലക്ഷമാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ടൊവിനോയുടെ നരിവേട്ട എന്ന സിനിമ 1,67 ലക്ഷമാണ് ഓപ്പണിംഗ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ ഇന്നലത്തെ എസ്റ്റിമേറ്റഡ് കേരള ഗ്രോസ് കളക്ഷൻ എന്നത് 43 ലക്ഷമാണ്. അങ്ങനെ 15 ദിവസത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ കേരള കളക്ഷൻ 13 കോടി കടന്നിരിക്കുകയാണ്. ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കഗ്നിംഗ് എന്ന സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 16 ലക്ഷമാണ്. 7 ദിവസം കൊണ്ട് സിനിമ 2,26 ലക്ഷമാണ് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. പടക്കള സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 31 ലക്ഷമാണ്. 16 ദിവസം കൊണ്ട് സിനിമയുടെ കേരള കളക്ഷൻ 9,20 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീനാഥ് വാസിയുടെ ആസാദി എന്ന സിനിമയുടെ ഓപ്പണിംഗ് ദിവസത്തെ കേരള കളക്ഷൻ 7 ലക്ഷമാണ്. ദിലീപിൻ്റെ ബബ്ബ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഗംഭീര അപ്ഡേറ്റ് ജൂലൈ 4-ന് പുറത്തു വരും. കൂലി സിനിമയുടെ പുതിയൊരു BTS വീഡിയോ ഇപ്പോൾ സിനിമയുടെ ടീം റിലീസ് ചെയ്തിട്ടുണ്ട്. കൂലി സിനിമ വാർ 2 സിനിമയുമായി ക്ലാഷ് റിലീസിനാണ് ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 14-ലാണ് 2 ചിത്രങ്ങളും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കൂലി സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ആയിട്ട് സിനിമയുടെ ടീം ചോദിക്കുന്നത് 70 കോടി രൂപയാണ്. ഫാർസ് ഫിലിംസുമായിട്ടാണ് നിലവിൽ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നത്. ഇന്ദ്രൻസ്, മധുബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിന്ന യാസി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ ജീവിതകഥ പറയുന്ന കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന സിനിമയിൽ ധനുഷ് നായകനായിട്ട് അഭിനയിക്കുന്നു. പ്രഭാസിൻ്റെ എക്കാലത്തെയും ദുരന്ത ചിത്രമായ ആദിപുരുഷ് എന്ന സിനിമയുടെ ഡയറക്ടറായ ഓം റാവത്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ 75 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അടുത്ത മാസമാണ് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.